RSSൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല, അതെല്ലാവർക്കും അറിയുന്നതാണ്, നേരത്തെയും ഈ പരമ്പരയിൽ പരാമർശിച്ചിട്ടുള്ളതാണ്, അത് വിദ്യാഭ്യാസം. ഈ അടുത്ത കാലത്തായി പാഠപുസ്തകങ്ങളിൽ വരുത്തുന്ന പരിഷ്കാരങ്ങൾ വളരെയധികം ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എങ്കിലും നമ്മൾ ഇതിൻ്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിലേക്ക് മാത്രമാണ് ഇവിടെ കടക്കാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട എന്തിനാണ് വിദ്യാഭ്യാസത്തിൽ പ്രവേശിപ്പിക്കുന്നത്, എന്തിനാണ് വിദ്യാഭ്യാസത്തിൽ ഇത്രയധികം പ്രാധാന്യം RSS നൽകുന്നു എന്നുള്ളതാണ്. അത് പലരും കരുതുന്ന പോലെ ഒരു മുസ്ലിം വിരുദ്ധ പ്രചരണം നടത്താൻ വേണ്ടി മാത്രമല്ല. അത് തീർച്ചയായിട്ടും അങ്ങനൊരു കാര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ആർഷഭാരത സംസ്കൃതി എന്ന് പറയുന്നത് കുട്ടികൾക്കിടയിലും ജനങ്ങൾക്കിടയിൽ പൊതുവിലും അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നൊരു ലക്ഷ്യവുമുണ്ട്. പക്ഷെ നമ്മളിവിടെ കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതികളൊന്ന്, ഈ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കുന്നത് ഒരു പുതിയൊരു ഹിന്ദു മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി കൂടിയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടത്. അതായത് ഇന്ന് ഇന്ത്യ വളരെ ശക്തമായ രീതിയിൽ ഒരു നവലിബറൽ മാറ്റത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ പിന്തുണ ഇന്ത്യ നേടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള രാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ ഇപ്പോൾ ഇന്ത്യ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ പല സ്ലോഗൻസും, ഉദാഹരണത്തിന് വാർ അഗൻസ്റ്റ് ടെറർ എന്ന് വിളിക്കുന്ന മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ, അല്ലെങ്കിൽ ട്രേഡ് വാറുകൾ എന്ന് വിളിക്കുന്ന ചൈനയ്ക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ, ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ മുഴുവൻ ഇന്ത്യയുടെയും ക്യാമ്പയിനുകളാക്കി ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചേരിചേര പ്രസ്ഥാനത്തിൽ നിന്ന് ഇന്ത്യ ഏതാണ്ട് ഔപചാരികമായിട്ട് പടയുണ്ടെങ്കിലും ചേരിചേര പ്രസ്ഥാനത്തിൽ ഇന്ത്യ ഏതാണ്ട് പിൻവലിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു സാമ്രാജ്യത്വത്തിൻ്റെ ഒരു പിണിയാളായിട്ട് നിൽക്കുക, ഒരു കീഴാള കക്ഷിയായിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കെ തന്നെ അതിനനുപൂരകമായ രീതിയിലുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുമ്പോൾ ആ മനുഷ്യൻ എന്ന് പറയുന്ന ആൾ തികച്ചും സങ്കുചിതമായ, ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു ഹിന്ദു ഐഡൻറ്റിറ്റിയുടെ, ഒരു ഹിന്ദു സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വരുന്ന ഒരാളായിരിക്കണം എന്ന് പറയുന്നൊരു നിർബന്ധവും RSSനുണ്ട്. ഇതിന് നമുക്ക് കാണാൻ കഴിയുന്ന ഇപ്പോൾ ഇസ്രയേലുമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്രയേൽ ജൂതന്മാരുടെ ഒരു ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ മറ്റു പല രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന അവരുടെ സ്വന്തമായിട്ടുള്ള വംശീയമായിട്ടുള്ള പാരമ്പര്യങ്ങളുടെ ഘടന എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വംശീയ പാരമ്പര്യത്തിൻ്റെതായിട്ടുള്ള സ്വഭാവം അത് ഇന്ത്യയിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ത്യ ഒരൊറ്റ വംശത്തിൽപ്പെട്ടവരല്ല, ഇന്ത്യ വ്യത്യസ്ത വംശങ്ങളിൽപ്പെട്ടവരാണ്. പക്ഷേ വംശീയ പാരമ്പര്യത്തിൻ്റെതായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്കുണ്ടാവണമെന്നുള്ളൊരു ധാരണ RSSനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉള്ള രാഷ്ട്രങ്ങളിൽ വെറും ഒരു വംശീയതയുടേതായ ഒരു ഐഡൻറ്റിറ്റി വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് മതപരമായിട്ടുള്ള ചടങ്ങുകളോ ഉത്സവങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പോരാ. നമുക്കിവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറം പോയിട്ട് ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചുള്ളത് ഇന്ത്യയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇന്ത്യയിൽ ഒരു പരിവർത്തനത്തിൻ്റെ ഒരു യുഗം ആരംഭിച്ച ഒന്നാണെന്ന് RSSന് നല്ലവണ്ണം അറിയാം. ഈ ആധുനിക വിദ്യാഭ്യാസത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യവും മതനിരപേക്ഷതയും അതുപോലെ തന്നെ പുരോഗമന സ്വഭാവമുള്ള പ്രവണതകളും ഒക്കെ തന്നെ വളർന്നു വന്നത് എന്നുള്ള കാര്യവും RSSന് നല്ലവണ്ണം അറിയാം. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ആധുനിക വിദ്യാഭ്യാസത്തെ ഒരു പക്ഷേ പെട്ടെന്നങ്ങ് ഇല്ലായ്മ ചെയ്തുകൊണ്ട് മതവിദ്യാലയങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ആഹ്വാനം എന്ന് പറയുന്നത് അപ്രായോഗികമാണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് RSSന് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ആധുനിക വിദ്യാഭ്യാസത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റം എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ടത്. അപ്പം അത് ഒരു തീവ്ര
ഒരു സങ്കുചിത രാഷ്ട്രനിർമ്മാണത്തിൻ്റെ, ഒരു മതരാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ട് തന്നെ വിചിത്രമായിട്ടുള്ളൊരു ചേരുവ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഒരു വശത്ത് ഇപ്പോൾ സയൻസ്, ടെക്നോളജി തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട്, ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളടക്കം ഉപയോഗിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുക, അത് വളർത്തിക്കൊണ്ടുവരികാനുള്ള പ്രവണതയാണൊന്ന്. അത് കൃത്യമായിട്ട് നടത്തിക്കൊണ്ടു പോരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് മറുവശത്ത് ഈ പറയുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലടക്കം മറുവശത്ത് നമുക്ക് ഒരു വിദ്യാഭ്യാസ രംഗത്ത് മുമ്പ് പറഞ്ഞ രീതിയിലുള്ള ഒരു ട്രഡീഷണലിസം, അല്ലെങ്കിൽ ഒരു ആർഷഭാരത പാരമ്പര്യത്തിൻ്റെതായിട്ടുള്ള മറ്റൊരു സങ്കല്പം, ആ മറ്റൊരു സങ്കല്പം കൂടി കടന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് പലപ്പോഴും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുടെയും പ്രചരണമായിട്ട് പറയാറുണ്ട്. അതിൻ്റെ ഒരു ശരിയുമുണ്ട്. പക്ഷേ നമ്മൾ വെറും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും പ്രചരണമായിട്ട് മാത്രമല്ല നമുക്ക് അതിനെ കാണേണ്ടത്. അതിന് പകരം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തെക്കുറിച്ച് ഒരു മറ്റു രീതിയിൽ പറഞ്ഞാൽ ഒരു അഭിമാനമുള്ള ഒരു ജനതയെ, ആ രാഷ്ട്രത്തിൻ്റെ മതപരവും ഒരുപക്ഷെ സ്പിരിച്വലും ഒക്കെ ആത്മീയവും ഒക്കെ ആയിട്ടുള്ള സങ്കല്പങ്ങൾ കൂടാതെ അതിൻ്റെ ശാസ്ത്ര പാരമ്പര്യത്തെക്കുറിച്ചുകൂടി അഭിമാനിക്കുന്നൊരു ജനത, അങ്ങനെയുള്ളൊരു സങ്കല്പത്തിലാണ് ഇവരിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ സയൻസിനെ കുറിച്ചുള്ള പാഠങ്ങൾ പഠിപ്പിക്കണം. ആ പാഠങ്ങൾ എത്രമാത്രം ശാസ്ത്രീയമാണെന്നുള്ള മറ്റൊരു പ്രശ്നമാണ്. പക്ഷേ അതേസമയം തന്നെ വേദിക് മാത്തമാറ്റിക്സ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലുണ്ടായി വന്നിട്ടുള്ള ബോട്ടണിയുടെയും സുവോളജിയുടെയും അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ഒക്കെ തന്നെ പഠിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ യാന്ത്രികമായിട്ട്, തീർച്ചയായിട്ടും വളരെ യാന്ത്രികമായിട്ടുള്ളൊരു സംഗതിയാണത്. ഈ യാന്ത്രികമായ രീതിയിൽ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജനതയെ സൃഷ്ടിക്കണം എന്നുള്ള ഒരു സങ്കല്പം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സങ്കല്പം നിലനിൽക്കുമ്പോൾ അവിടെ വരുന്ന അതിൻ്റെ അകത്തുള്ള പൊളിറ്റിക്സ് എന്താണ് എന്നുള്ളതാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യർ ഏത് തരത്തിലുള്ള മനുഷ്യരാണ് എന്നുള്ളതാണ് സങ്കല്പിക്കേണ്ടത് എന്നുള്ളതും അവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. ഇതിൽ ഈ പറയുന്ന ആദ്യത്തെ ഭാഗം, അതായത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ട് നമുക്ക് മുമ്പ് സൂചിപ്പിച്ച പോലെ, മുമ്പ് പലതവണ ആവർത്തിച്ച് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ, അവർ ഇപ്പോൾ ഭാരതം എന്ന് വിളിക്കുന്ന ഇന്ത്യ, ആ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് അതിൻ്റെ ഒരു ബഹുധർമ്മ ധാർമ്മിക സ്വഭാവം, ഒരു ബഹുസാംസ്കാരിക സ്വഭാവം, ഒരു ബഹുഭാഷാ സംസ്കാര രൂപങ്ങളുടെ സ്വഭാവം, ബഹുവംശീയ സ്വഭാവം, ബഹുവർഗ സ്വഭാവം എന്ന് പറയുന്നത് ഇവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അംഗീകരിക്കാതിരിക്കുമ്പോൾ, നിങ്ങൾക്ക് അത്തരത്തിൽ അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷേ നിങ്ങളൊരു രാഷ്ട്രഭരണം നടത്തുന്ന സമയത്ത് അങ്ങനെ അംഗീകരിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്ന ഒരുക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. ഈ പശ്ചാത്തലം എന്ന് പറയുന്നതിന് ദൗർഭാഗ്യവശാൽ ഇന്നത്തെ ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തലുകൾ മുഴുവനും RSS ഉദ്ദേശിക്കുന്നൊരു പശ്ചാത്തല സങ്കല്പത്തിനെതിരാണ്. ഇന്നത്തെ ശാസ്ത്രീയമായ കണ്ടെത്തലുകളെന്ന് പറയുന്നത് അത് ഉദാഹരണത്തിന് ആര്യന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹിന്ദു ജനവിഭാഗമോ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതായിട്ട് അംഗീകരിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു സംഗതി, ഇവിടെ ഉണ്ടായിരുന്ന വിഭാഗങ്ങൾ എന്ന് പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊക്കേഷ്യൻ ഇൻഡോ ആര്യൻ ജനവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എന്നുള്ള കാര്യം അംഗീകരിക്കുന്നില്ല. ഏറ്റവും അവസാനം നടന്നിട്ടുള്ള DNA അന്വേഷണങ്ങളും മറ്റും തന്നെ കാണിക്കുന്നത് തന്നെ ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് അതിൻ്റെ വളരെ ചെറിയൊരു വിഭാഗം, ഒരു 20% താഴെ, ഏതാണ്ട് അത്ര മാത്രമേ യഥാർത്ഥത്തിൽ ഈ ഇൻഡോ ആര്യൻ എന്ന് വിളിക്കുന്ന ജനസമൂഹമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടവരുള്ളൂ എന്നാണ് ഇപ്പോൾ കരുതുന്നത്. ബാക്കി എല്ലാവരും തന്നെ അത്തരത്തിൽപ്പെട്ടവരല്ല. എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് ഭാഷാപരമായിട്ട് സംസ്കൃതത്തിനോ അല്ലെങ്കിൽ വൈദിക സംഹിതകൾക്കോ ഒക്കെയുള്ളൊരു സ്വാധീനം എന്ന് പറയുന്നതും ഒരു പരിമിതമായ തോതിലുള്ള ജനവിഭാഗങ്ങൾക്കിടയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെ അവരുടേതായിട്ടുള്ള സങ്കല്പങ്ങളും ജീവിത രീതികളും ആശയങ്ങളും ഒരുപക്ഷെ ദൈവവിശ്വാസവും ഒക്കെ കൊണ്ട് നടന്നിരുന്ന ആളുകളുമായിരുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു സങ്കല്പം വളർന്നു വരുമ്പോൾ ഭാഗ്യത്തിന് ഇവരെ സഹായിക്കുന്നത്
ഒരു കാലഘട്ടത്തിൽ കൊളോണിയൽ പണ്ഡിതന്മാരുടെ നിർമ്മിതികളെന്ന് പറയുന്നത് അവരവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻഡോ ആര്യൻ ജനവിഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജനവിഭാഗമായിട്ട് കണ്ടു. അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുന്ന ഒരു ജനവിഭാഗമാണ് ലോകത്തെ എല്ലാ കാലത്തും സ്വാധീനിച്ചു വന്നിരുന്നത് എന്നുള്ള അവരുടെ വാദത്തെ ശക്തിപ്പെടുത്താനുള്ളൊരു വാദമായിട്ട് ഈ റേസിസത്തിൻ്റെ ഒരു വംശം, ഇപ്പോൾ ഇൻഡോ യൂറോപ്യൻ റേസ് എന്ന് പറയുന്നൊരു വംശത്തിൻ്റെ ഒരു ആധിപത്യം എന്ന് പറയുന്ന എല്ലാ കാലത്തും നിലനിന്നിരുന്നു എന്ന് പറയുന്ന വാദം, ആ വാദത്തിന് സ്ഥിരീകരിക്കാനായിട്ട് അവർ വേദങ്ങളെയും ഉപനിഷത്തുകളെയും അടക്കമുള്ള ഇന്ത്യയിലുള്ള സംസ്കൃത ബദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ സംസ്കൃത ഭാഷാബദ്ധമായിട്ടുള്ള കൃതികളെയും അതുപോലെ തന്നെ സംഹിതകളൊക്കെ തന്നെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചു. ഇത് ഇന്ത്യൻ ജനത സ്വീകരിക്കും. അതിനെതിരായിട്ടുള്ള പലതും അവർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള വേറൊരു കാര്യം. അതും നമ്മൾ കാണേണ്ടതാണ്. കാരണം ഉദാഹരണത്തിന് ഇങ്ങനെ ഇൻഡോ ആര്യന്മാരെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ബുദ്ധമതത്തിൻ്റെ കുറിച്ചുള്ള സ്വാധീനം അവർ പറയുകയുണ്ടായി. തെക്കേ ഇന്ത്യയിൽ വേറൊരു തരത്തിലുള്ള സമൂഹമാണ് വളർന്നു വരുന്നത് എന്നുള്ള കാര്യം അവർ പറയുകയുണ്ടായി. പക്ഷെ അങ്ങനെയുള്ള വ്യത്യസ്ത പണ്ഡിതന്മാരുടെ വ്യത്യസ്ത ആശയങ്ങളൊക്കെ തന്നെ തമസ്കരിച്ചുകൊണ്ട് നമ്മളുടെ ഇടയിൽ യഥാർത്ഥത്തിൽ വളർന്നു വന്നത് ഇൻഡോ യൂറോപ്യൻ വൈദിക ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ വളർന്നു വരുന്നൊരു സമൂഹം എന്ന് പറയുന്ന സങ്കല്പമാണ്. ഈ സമൂഹം എന്ന് പറയുന്ന സങ്കല്പം നമ്മുടെ ചരിത്രകാരന്മാർ ഒരു ഘട്ടത്തിൽ അവരൊക്കെ കൂടി അത് വീണ്ടും അവർ കൊണ്ടുവന്നു. ഇത്തരത്തിലുള്ള ചരിത്രകാരന്മാരുടെയും ഒക്കെ സംഭാവനകളാണ്. അതിന് യൂറോപ്യന്മാരുമുണ്ട്, ഇന്ത്യക്കാരുമുണ്ട്, പലരുമുണ്ട്. അത്തരത്തിലുള്ള ചരിത്രകാരന്മാരുടെ പറ്റിയ സംഭാവനകളുടെ അടിസ്ഥാനത്തിലാണ് നമുക്കിവിടെ വൈദിക പാരമ്പര്യം മുതൽ അല്ലെങ്കിൽ ഇൻഡോ ആര്യന്മാരുടെ കാലഘട്ടം മുതലുള്ള ഒരു ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായി വന്നു. ഇത്തരത്തിലുള്ള സങ്കല്പത്തെ മുറുകെ പിടിക്കുകയും അതിനോടൊപ്പം തന്നെ മറുവശത്ത് അതിനെതിരായിട്ട് വരുന്ന എല്ലാ ആശയങ്ങളെ എതിർക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കുറേ കാലമായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നാണ്. അത് ഇപ്പോൾ അടുത്ത കാലത്ത് വന്നതൊന്നുമല്ല, കഴിഞ്ഞൊരു 10, 40, 50 വർഷങ്ങൾക്കിടയിൽ ഇത് നടക്കുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്നാണ് ഈ ആര്യന്മാരെക്കുറിച്ചുള്ള ആശയം. ആര്യന്മാരെക്കുറിച്ചിപ്പോൾ പുതിയ പാഠപുസ്തകത്തിൽ പറയുന്ന ആര്യന്മാരെന്ന് പറയുന്ന കൂട്ടരെ അവരെ പുറത്തുനിന്ന് വന്നവരാണെന്നുള്ള വാദം ചർച്ചയ്ക്ക് വിഷയമാക്കണം എന്നുള്ള രൂപത്തിലാണ് അവിടെ പറയുന്നത്. ചർച്ച നടന്നു കഴിഞ്ഞ കാര്യമാണ്. ചർച്ചയ്ക്ക് വിഷയമാക്കണം എന്നൊരു കാര്യം പറയുമ്പോൾ അത് ചർച്ചയ്ക്ക് വീണ്ടും വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ചർച്ച നടന്നു കഴിഞ്ഞൊരു കാര്യമാണ്. ഒരു കാലഘട്ടത്തിൽ കേവലമായിട്ടുള്ള ഒരു ഇന്ത്യൻ ആര്യൻ ആക്രമണത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച നേരത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ നടന്നു വന്നിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ആര്യൻ ആക്രമണം, ഈ വൈദിക കുലങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ്, അവരുടെ സ്പ്രെഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ നടന്നു വന്നിരുന്നു. അതിന് ഒരു പരിധിവരെ പിന്തുണ നൽകുകയും മറ്റൊരു പരിധിവരെ അതിനെക്കുറിച്ച് ചില വ്യത്യസ്തമായ നിലപാടുകൾ എന്ന് പറയുന്നത് വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന പുരാവസ്തു വിജ്ഞാനീയപരമായിട്ടുള്ള വൻതോതിലുള്ള വളർച്ച അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ആ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ ആര്യന്മാർ ഈ പറയുന്ന ആര്യന്മാരാണോ എന്നും മറ്റും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ലെങ്കിലും മധ്യേഷ്യയിൽ നിന്നുള്ള ജനവിഭാഗങ്ങളുടെ അതിലൊരു കൂട്ടർ ഒരുപക്ഷെ യുക്രൈൻ, ജോർജിയ മുതലായ സ്ഥലങ്ങളിൽ നിന്നാണ്. മറ്റൊരു കൂട്ടം ആളുകൾ ഇന്നത്തെ സൈബീരിയയുടെ അടുത്ത് കിടക്കുന്ന യൂറാൽ ആൽറ്റൈക്ക് എന്ന് പറയുന്ന പർവ്വതനിരകളുടെ താഴ്വരകളിൽ നിന്നാണ്. അത്തരത്തിലുള്ള വ്യത്യസ്ത, അതായത് മധ്യേഷ്യയിൽ തന്നെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ അവർ പല തവണയായി, പല സ്ട്രീംസായി, പല ധാരകളായി അവർ പ്രത്യേകിച്ച് ഇന്നത്തെ കാസ്പിയൻ കടലിനടുത്ത് കിടക്കുന്ന ഓക്സസ് അല്ലെങ്കിൽ അമുദാരിയ എന്ന് പറയുന്ന നദിയുടെ അടുത്ത് വരികയും ആ അമുദാരിയ കടന്നിട്ട് അവർ അഫ്ഗാനിസ്ഥാനിൽ പ്രവേശിക്കുകയും അഫ്ഗാനിസ്ഥാനിൽ ഒരുപക്ഷെ അവർ പല വഴിക്ക് തിരിഞ്ഞു പോവുകയും, അതിൽ പല വഴിക്ക് തിരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ചിലർ അതിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ പ്രദേശങ്ങളിൽ നിന്ന് അവർ പടിഞ്ഞാറോട്ട് പോയി ഇന്നത്തെ തുർക്കി പ്രദേശങ്ങളിലെത്തിയിട്ടുണ്ട്, മറ്റു ചിലർ ഇറാഖ് പ്രദേശങ്ങളിലെത്തിയിട്ടുണ്ട്, മറ്റു ചിലർ ഇറാനിലെത്തിയിട്ടുണ്ട്. വേറൊരു കൂട്ടം ആളുകൾ, ഈ കൂട്ടം ആളുകൾക്ക് ഒരു 4ാമത്തെ വിഭാഗം ഇന്ത്യയിലും വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ വലിയ തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇൻഡോ ആര്യന്മാരെന്ന് വിളിക്കുന്ന ഇവരെയാണെങ്കിൽ, നമുക്ക് ആര്യന്മാരെന്ന് പറഞ്ഞ് വേറെ ആരെ വേണമെങ്കിലും വിളിക്കാം,
ആര്യന്മാരെന്ന് വിളിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ ആണെങ്കിൽ അവർ ഇന്ത്യയിൽ വന്നതിന് അതിന് ഏതാണ്ടൊരു കാലഘട്ടം എന്ന് പറയുന്നുണ്ട്. ഏതാണ്ട് 2000 BC മുതൽ 1500 BC വരെയുള്ള 500, 600, 700 വർഷങ്ങൾക്കിടയിലാണ് ഇവർ വന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കാര്യമായ തർക്കവും സംശയങ്ങളൊന്നും ഇക്കാലത്തില്ല. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് വാദിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ആര്യന്മാരെന്ന് പറയുന്നവരെ കുറിച്ചുള്ള വാദഗതികൾ പുരാവസ്തു വിജ്ഞാനീയത്തിനനുസരിച്ച് തർക്കമില്ല. പിന്നെ എന്താണ് തർക്കം? ഇവിടെ തർക്കമെന്ന് പറയുന്നത് RSSും RSSൻ്റെ പണ്ഡിതന്മാരും പറഞ്ഞു വെച്ച മറ്റൊരു കാര്യമുണ്ട്. അതായത് പ്രത്യേകിച്ച് ബാബരി മസ്ജിദ് തകർന്നപ്പോൾ ഇവിടുന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങളിലൊന്ന് അയോധ്യ തൊട്ടുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് അയോധ്യ മുതൽ ഹസ്തിനപുരം വരെ, ഇന്നത്തെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശിൻ്റെ ചില ഭാഗങ്ങൾ, അവയൊക്കെ ഉൾക്കൊള്ളുന്നൊരു പ്രദേശം, അത് പണ്ട് കാലത്ത് ആര്യാവർത്തം എന്നുകൂടി വിളിച്ചിരുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ആര്യന്മാരുണ്ടായി വന്നതെന്നും അവിടെ നിന്നവർ മറ്റ് പ്രദേശങ്ങളിലേക്ക് ഒരുപക്ഷെ പശ്ചിമേഷ്യയിലേക്കും മധ്യേഷ്യയിലേക്കും വ്യാപിക്കുകയാണ് ചെയ്തതെന്ന് പറയുന്ന വാദം യഥാർത്ഥത്തിൽ ചില ചരിത്രമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാത്ത കുറച്ചാളുകൾ, അതിൽ 1-2 കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുകളുണ്ട്, ഒരു സയൻറ്റിസ്റ്റുണ്ട്, ഒരു ബാങ്ക് മാനേജറുണ്ട്, അങ്ങനെ പലരും. അവരുടെ പേരുകളൊന്നും ഇപ്പം നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ആളുകൾ കൂടി ഇങ്ങനെ വാദിക്കുകയും അങ്ങനെ വന്നപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് 10,000 വർഷത്തെ പഴക്കമുള്ള ഒരു ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പമൊക്കെ അവർ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന് പ്രത്യേകിച്ച് നമുക്കിതുവരെ പുരാവസ്തു വിജ്ഞാനീയത്തിൻ്റെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ നമ്മുടെ മുമ്പിലില്ല. അപ്പം നമ്മുടെ മുമ്പിൽ തെളിവുകൾ പറയുന്നു എന്ന് പറയുന്ന മിക്കവാറും ഒക്കെ തന്നെ പലപ്പോഴും വൈദിക ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ ബ്രാഹ്മണത്തിലോ മറ്റുമുള്ള ചില ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ചില സ്ഥലങ്ങളെക്കുറിച്ചുള്ള പേരുകളോ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് മുന്നിലുള്ള, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള തെളിവുകളൊന്നും ഇതിൻ്റെ പിന്നിലില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചരിത്രം ഉണ്ടാവേണ്ടത്, അല്ലാതെ ഊഹാപോഹങ്ങളുടെയോ ഒക്കെ അടിസ്ഥാനത്തിലല്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോഴത്തെ ഒരു ചരിത്രരചനാ രീതി തന്നെ മാറിയതുകൊണ്ട്, അല്ലെങ്കിൽ RSSൻ്റെ നേതൃത്വത്തിൽ മാറ്റിയെടുത്തു കൊണ്ടുവരുന്നതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പുരാവസ്തു ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ തെളിവുകൾ എന്ന് പറയുന്നവയെ അതേപടി അവതരിപ്പിക്കുക, ചർച്ചയ്ക്ക് വിഷയമാക്കുകയും ചെയ്യുന്നതിന് പകരം നമ്മളുടെ മനസ്സിലുള്ള ഒരു ആര്യസങ്കല്പത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അതിന് തെളിവ് കണ്ടെത്താനായിട്ട് കുട്ടികളോട് പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് ശുദ്ധമായ അബദ്ധമാണ്, ചരിത്രവിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. അതാണ് ഇവിടെ നമ്മൾ ആര്യന്മാരെ സംബന്ധിച്ചിടത്തോളം കൂടെ സൂചിപ്പിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും. ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഈ അടുത്ത കാലം വരെയുള്ള ചരിത്രം മുമ്പ് സൂചിപ്പിച്ചൊരു കാര്യമാണ്. എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് കൃത്യമായിട്ട് പാഠപുസ്തകങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം മുമ്പ് തന്നെ പറയുകയുണ്ടായി. ഇപ്പോൾ അടുത്ത കാലത്ത് വീണ്ടും ഇപ്പോൾ ചില സംഭവങ്ങൾ, ഉദാഹരണത്തിന് രാമക്ഷേത്ര നിർമ്മാണം പോലെയുള്ള, ബാബരി മസ്ജിദ് തകർത്തതിനെ കുറിച്ചുള്ള രാമക്ഷേത്ര നിർമ്മാണം പോലെയുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഇന്ന് ചരിത്ര പണ്ഡിതന്മാരോ ആർക്കിയോളജിസ്റ്റുകളോ പൂർണ്ണരൂപത്തിൽ അംഗീകരിക്കാത്ത എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു നമുക്കെപ്പോഴും തന്നെ കുട്ടികളുടെ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ സമവായം എത്തിയ കാര്യങ്ങൾ വേണം പഠിപ്പിക്കും. പൊതുവിൽ പണ്ഡിത ലോകം എന്ന് പറയുന്നവർ ഏതാണ്ടൊരു ധാരണയിലെത്തിയ, നമ്മൾ സ്കൂൾ കുട്ടികളാണ് പഠിപ്പിക്കുന്നത്, അവർ വിവരദാഹികളാണ്, അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണകളില്ല, പക്ഷേ ധാരണകൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ പണ്ഡിത ലോകത്തിൻ്റെ ഇടയിൽ ഒരു പൊതുസമവായത്തിലെത്തിയ കാര്യങ്ങൾ മാത്രമേ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് ഇമാതിരി കാര്യങ്ങൾ കുറച്ചുകൂടി ഉന്നത ശ്രേണികളൊക്കെ പഠിപ്പിക്കാം, ഡിഗ്രിയിലോ അല്ലെങ്കിൽ PGയിലോ ഗവേഷണമോ, അവർക്കതൊക്കെ ആവാം. പക്ഷെ അതേസമയം തന്നെ നമ്മളൊരു കൃത്യമായ ഒരു ധാരണ എന്ന് പറയുന്ന വിവരസഞ്ചയമാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇൻഫർമേഷനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് മുഴുവനും. അങ്ങനെ വരുമ്പോൾ ഇൻഫർമേഷനാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പണ്ഡിത ലോകത്തിനെത്തി സമവായെത്തിയ കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. ബാബരി മസ്ജിദിൻ്റെ മുമ്പ് രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പണ്ഡിത ലോകത്തിൽ പൊതുവായിട്ടുള്ള സമവായം ഉണ്ടായിട്ടില്ല. ബാബരി മസ്ജിദിനെ സംബന്ധിച്ച് അതൊരു ക്ഷേത്രം പൊളിച്ച് പണിതാണെന്നുള്ളതിനെക്കുറിച്ചുള്ള സമവായം ഉണ്ടായിട്ടില്ല. അതിനുശേഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സമവായം ഉണ്ടായിട്ടില്ല. അങ്ങനെ അതുമാത്രമല്ല, മറ്റ് ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തെ സംബന്ധിച്ചും അത്തരത്തിലുള്ള പൊതുധാരണകളില്ല.
അങ്ങനെ വരുമ്പോൾ ഈ പൊതുധാരണകളില്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗം പറയുന്ന ചരിത്രം മാത്രമേ നമ്മൾ പാഠപുസ്തകങ്ങളിലൂടെ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏകപക്ഷീയമായി ഒരു പ്രത്യേക ഒരു ആശയസംഹിത, ഒരു കാഴ്ചപ്പാട്, ഒരാശയസംഹിത അത് ബോധപൂർവം കുട്ടികളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അതോടുകൂടി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് ആശയപ്രചരണം മാത്രമായി മാറുന്നു എന്നർത്ഥം. വിദ്യാഭ്യാസം പ്രോപ്പഗാൻഡയായി മാറും. നിങ്ങൾക്ക് വിദ്യാഭ്യാസം പ്രോപ്പഗാൻഡയായി മാറുന്നൊരവസ്ഥ എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവമുള്ള രാഷ്ട്രത്തിൽ ഇന്ന് പ്രത്യേകിച്ച് ആഗോളവൽക്കരണത്തിൻ്റെയും പശ്ചാത്തലത്തിൽ കുട്ടികളൊക്കെ തന്നെ പുറത്തു പോകണമെന്നും പഠിക്കണമെന്നും ഒക്കെ പറയുന്ന അത്തരത്തിലൊക്കെ സ്ഥിരമായിട്ടുള്ള ചിന്തകൾ പോലും നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് അങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ഏകപക്ഷീയമായ ചില കാര്യങ്ങൾ മാത്രമാണ് കുട്ടി പഠിക്കേണ്ടത് എന്നുള്ള നിലപാടെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം കുട്ടിയെ യഥാർത്ഥത്തിൽ മറ്റൊരു വലിയൊരു ലോകത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ, വൈജ്ഞാനികതയുടെ, പുതിയ അന്വേഷണങ്ങളുടെ വലിയ ലോകം എന്ന് പറയുന്നത് കുട്ടികൾക്ക് യഥാർത്ഥം നിഷേധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടുണ്ടായി വരുന്നത്. ഇതൊരു കാര്യം. മറ്റൊരു കാര്യം, അതോടുകൂടി ഇതൊരു ധാർമ്മിക ആശയരൂപീകരണവും ഒരു എത്തിക്കലായിട്ടുള്ള ആശയരൂപീകരണവും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എത്തിക്കലായിട്ടുള്ള ആശയരൂപീകരണം നടക്കുമ്പോൾ കുട്ടി തുടക്കം തൊട്ട് തന്നെ കുട്ടിയോട് പറയുന്നത് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഭാരതത്തിലാണ്, നമ്മളെല്ലാവരും രാഷ്ട്രഭാരത പാരമ്പര്യത്തിലാണ് ജീവിക്കുന്നത്, നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള ഋഷിമാരും മുനിമാരും അതുപോലത്തെ ആളുകളൊക്കെയാണ്. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ആളുകൾ സൃഷ്ടിച്ചിട്ടുള്ള പുതിയ ലോകത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് ആവർത്തിച്ച് പറയുകയും മറ്റുള്ളവരെല്ലാവരും മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആധുനിക ചരിത്ര പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ പോലും യഥാർത്ഥത്തിൽ അവർ രാജ്യദ്രോഹികളാണ് അല്ലെങ്കിൽ രാജ്യവിരുദ്ധരാണ് എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് സങ്കുചിത ദേശീയവാദികളുടെ ഒരു പുതിയ തലമുറ, ഒരു തരം ഫാസിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്നൊക്കെ വിളിക്കാവുന്നൊരു ഇത് കടന്നു ഒരു പുതിയ തലമുറ അതാണ് സൃഷ്ടിക്കപ്പെടാനായിട്ട് പോകുന്നത്. അവർക്ക് എത്രമാത്രം ഇന്നത്തെ ഒരു ആധുനിക ലോകത്തിൽ യഥാർത്ഥത്തിൽ മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയുമെന്ന് പോലും സംശയമായിട്ടുള്ള കാര്യങ്ങളിലൊന്ന്. മറ്റൊരു കാര്യമാണ് ഇതിനോടൊപ്പം തന്നെ നമ്മളുടെ ഇടയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അത് സൈനിക പഠനമടക്കമുള്ള മേഖലകൾ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രകടമായ രാഷ്ട്രീയവൽക്കരണം, അതായത് സ്വകാര്യവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന രാഷ്ട്രീയവൽക്കരണം. കാരണം നിങ്ങൾക്ക് സൈനിക സ്കൂളുകളിലൂടെ പഠിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും രാജ്യസ്നേഹമാണ്, രാജ്യത്തിൻ്റെ കുറിച്ചുള്ള അഭിമാനമാണ്, അതിനോടൊപ്പം തന്നെ രാജ്യസംരക്ഷണത്തെക്കുറിച്ചുള്ള കമ്മിറ്റ്മെൻറ്റാണ്, പ്രതിജ്ഞാബദ്ധതയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അവർ സംരക്ഷിക്കുന്ന രാഷ്ട്രമെന്ന് പറയുന്നത് ഇവിടുത്തെ ബഹുഭാഷാ സ്വഭാവമുള്ള, സാംസ്കാരിക സ്വഭാവമുള്ള, ബഹുജനാരൂപമുള്ള ഒരു സംയുക്ത രാഷ്ട്രത്തെയാണ് അവർ യഥാർത്ഥത്തിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. അവർ ഡിഫെൻഡ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആർഷഭാരത സംസ്കാരത്തെയോ ഒരു ഹിന്ദു രാഷ്ട്രത്തെയോ അങ്ങനെയൊന്നും അല്ല അവർ യഥാർത്ഥജ്ഞായി ഇവിടെ സംരക്ഷിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ദേശാഭിമാനത്തിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് അത് കൊടുക്കേണ്ട ആളുകൾ സ്വകാര്യ വ്യക്തികളോ മുതലാളിമാരോ അല്ല. അതൊന്നും അവരുടെ സങ്കല്പം അനുസരിച്ചല്ല യഥാർത്ഥത്തിൽ അത് വളർന്നു വരേണ്ടത്. അതിനൊരു പൊതുരൂപമുണ്ട്. ആ പൊതുരൂപം എന്ന് പറയുന്നത് നിലനിർത്തേണ്ടത് ഒരു ഭരണകൂടത്തിൻ്റെ കടമയാണ്. രണ്ടാമത്തെ സംഗതി, അതിനോടൊപ്പം തന്നെ സൈനിക രൂപം എന്ന് പറയുന്നത് മുമ്പ് സൂചിപ്പിച്ച പോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാംസ്കാരിക നിലയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല ഒരു വർക്ക്, ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഏതെങ്കിലും സാംസ്കാരിക നിലയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സാംസ്കാരിക രൂപങ്ങൾ മാത്രമാണ് പഠിക്കേണ്ടതെന്ന് കൂടി വരുമ്പോൾ, എന്ന് പറഞ്ഞാൽ സാംസ്കാരിക രൂപങ്ങളാണ് പഠിക്കേണ്ടതെന്ന് വരുമ്പോൾ അത് പഠിപ്പിക്കുന്ന ആളുകൾ സ്വകാര്യ വ്യക്തികളായാലും ആരായാലും അതേ സാംസ്കാരിക രൂപങ്ങൾ ഉൾക്കൊണ്ടവരായിരിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. അങ്ങനെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നു, ഇപ്പോൾ തന്നെ ഈ അഗ്നിവീർ എന്ന് പറയുന്ന പദ്ധതി ഇപ്പോൾ തന്നെ വലിയൊരു ചർച്ചാ വിഷയമാണ്. കാരണം ഏതാണ്ട് 4-1 വരുന്ന ഇവിടുത്തെ സൈനികരെ പ്രൈവറ്റ് റിക്രൂട്ട്മെൻറ്റ് വഴി കൊണ്ടുവരിക, അതിനു വേണ്ടിയിട്ട് വ്യത്യസ്ത വടക്കേ ഇന്ത്യയിലെ അഖാഡകൾക്ക് എന്ന് പറഞ്ഞാൽ ഗുസ്തി പ്രാക്ടീസ് ചെയ്യുന്ന അഖാഡകൾക്ക് അതിനു വേണ്ടിയുള്ള സൗകര്യം ഒരുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുക, എന്നിട്ട് അവരെ അത്തരത്തിൽ കൊണ്ടുവരിക തുടങ്ങിയിട്ടുള്ള രീതികൾ ഇപ്പോൾ തന്നെ നടപ്പി വന്നുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സൈനിക വൃത്തി സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ മറ്റൊരു രൂപമാണ്
അത് ഒരർത്ഥത്തിൽ RSSനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രൂപവും കൂടിയാണ്. ഇതേ സംഗതികൾ തന്നെ സൈനിക വിദ്യാഭ്യാസത്തിലും കടന്നു വരുന്നു എന്നുള്ളത് ഇതുപോലെ തന്നെ അപകടകരമായിട്ടുള്ള മറ്റൊരു പ്രവണതയാണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഇത് ഉന്നത വിദ്യാഭ്യാസത്തിലെത്തുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് കാര്യങ്ങൾ വ്യത്യസ്തമാകുമെന്നുള്ള തോന്നലുണ്ടാവാമെങ്കിലും സംഭവിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിലെ പ്രത്യേകിച്ച് ഗവേഷണ രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നു വരുന്നൊരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് മുമ്പ് പറഞ്ഞൊരു ജിങ്കോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ തീവ്ര നാഷണലിസ്റ്റ് സ്വഭാവമുള്ള സംഗതികൾക്ക് അത്തരത്തിലുള്ള ഗവേഷണ പ്രബന്ധങ്ങൾക്ക്, ഉദാഹരണം പറഞ്ഞ ക്ഷേത്ര നിർമ്മാണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രാചീന കാലത്തെ ഏതെങ്കിലും മഹിളയെ സംബന്ധിച്ച് അവരുടെ ധീരപ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു കൾച്ചറൽ എന്ന് വിളിക്കുന്ന, സാംസ്കാരികം എന്ന് വിളിക്കുന്ന ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടുള്ള ഗവേഷണങ്ങൾ മാത്രമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. മറ്റല്ലാതെ ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നതൊന്നും ഇപ്പോൾ പ്രോത്സാഹിക്കപ്പെടുന്നതേയില്ല. അതിനോടൊപ്പം തന്നെ ടെക്നോളജിയും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വശത്തെ കൾച്ചറൽ പൊളിറ്റിക്സിൻ്റെ തല ഒരു വശത്തും മറുവശത്ത് ടെക്നോളജിയും പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് ഒരു ക്രിട്ടിക്കലായിട്ടുള്ള വിമർശനാത്മകമായിട്ടുള്ള മനോഭാവമുള്ള ഒരു വിഭാഗം ആളുകൾ ഇന്ത്യയിൽ വളർന്നു വരില്ല എന്നുള്ള ഉറപ്പുവരുത്താനുള്ള ശ്രമമാണ് ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് RSSകാരെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മറ്റ് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരായിട്ടും അല്ലെങ്കിൽ സ്കൂളുകളിലെ പ്രധാനപ്പെട്ട ആളുകളായിട്ടും ഒക്കെ തന്നെ കുത്തി നിറയ്ക്കാനുള്ള ശ്രമവും വളരെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ കേരളത്തിൽ പോലും അതിനുള്ള പരിശ്രമം നമുക്ക് കാണാനായിട്ട്, അത്തരത്തിലുള്ള ആളുകൾ നിറയ്ക്കാനുള്ള ശ്രമം കേരളത്തിൽ പോലും നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഏകപക്ഷീയമായിട്ടുള്ളൊരു ഹൈന്ദവാധിപത്യത്തിലേക്ക് ഇവയെല്ലാം നീങ്ങുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സിലബസും പാഠ്യപദ്ധതിയും സൃഷ്ടിക്കപ്പെടുകയും അങ്ങനെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ എന്ന് പറയുന്നത് ഒരുപക്ഷെ ആധുനിക സമൂഹത്തിൻ്റെ പുതിയ രൂപങ്ങളോട് ഒട്ടും പൊരുത്തപ്പെടാൻ കഴിയാതെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകളായി മാറാനുള്ള സാധ്യതയും നമുക്കിപ്പോൾ അവഗണിക്കാൻ, നിഷേധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളൊന്നും. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പാഠപുസ്തക പരിഷ്കാരം എന്ന് പറയുന്നത് പൂർണ്ണമായും പ്രതിരോധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന പ്രകടമായ ഹൈന്ദവവൽക്കരണം, അത് സൈനിക വിദ്യാഭ്യാസമൊക്കെ ഏത് മേഖലയിലാണെങ്കിലും വരുന്ന ഹൈന്ദവവൽക്കരണം എന്ന് പറയുന്നത് പ്രതിരോധിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ ഈ പറയുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് സൃഷ്ടിക്കുന്ന ഒരു വളരെ അപകടകരമായിട്ടുള്ള ഒരു പുതിയ ഒരു ഹിന്ദു മനുഷ്യൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ വൈവിധ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ ബഹുസ്വരപരമായിട്ടുള്ള ഒരു ഘടനയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന ഈ ശ്രമങ്ങൾ ഒക്കെ തന്നെ പൂർണ്ണമായും അത് പ്രത്യേകിച്ച് ഗവൺമെൻറ് സാധ്യമല്ലാതിരിക്കുമ്പോൾ, ഗവൺമെൻറ്റിനെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ അത്തരത്തിലുള്ള സംഗതികൾ മുഴുവൻ അവസാനം അഖില ഭാരതീയ വിദ്യാനികേതനും സരസ്വതി ശിശുമന്ദിറുകൾക്കും അതുപോലെയുള്ള വ്യത്യസ്ത സംഘടനകൾക്ക് ഒരുപാടെണ്ണമുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് സംഘടനകളും ഏൽപ്പിച്ചു കൊടുത്ത് മാറുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. അങ്ങനെ കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ വിദ്യാഭ്യാസം, ഇന്ത്യയുടെ ഭാവി ഇന്ത്യക്കാരനെന്ന് പറയുന്ന ആൾ, അയാളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് മാത്രമേ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു, അതായത് വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന മാറ്റങ്ങളെ ആ ഒരു തലത്തിൽ കൂടി കാണണം എന്നുള്ളതാണ്. ഇപ്പോൾ വെറും RSS വൽക്കരണം മാത്രമല്ല അവിടെ നടക്കുന്നത്, അവിടെ കേന്ദ്രീകരണം നടക്കുന്നുണ്ട്, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മേൽപ്പറഞ്ഞ രീതിയിൽ വളരെ ആൻറ്റി സയൻറ്റിഫിക് ആയിട്ടുള്ള, അശാസ്ത്രീയമായിട്ടുള്ള ഒരു ഏകപക്ഷീയമായ, ഒരർത്ഥത്തിൽ പറഞ്ഞ ജ്ഞാനരൂപങ്ങളെയൊക്കെ തന്നെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള പാരമ്പര്യങ്ങളുടെ ഒരു പുനഃസ്ഥാപനം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും. അതിനെതിരായിട്ട് പോരാടേണ്ടതൊരു ബാധ്യത, പ്രത്യേകിച്ച് അത് മുഴുവൻ ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്ന് പറയുന്ന ആ വെഹിക്കിളിലൂടെയാണ്.
അത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഒരു വശത്ത് നിന്നുകൊണ്ട് സാങ്കേതിക വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക, കോർപ്പറേറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ നൈപുണി വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും അപകടകരമായ രീതിയിൽ സാംസ്കാരിക വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ ഏറ്റവും പരമ്പരാഗതമായിട്ടുള്ള എല്ലാ മേഖലകളിലുള്ള വിദ്യാഭ്യാസവും പ്രചരിപ്പിക്കുന്ന പണി കൂടി ഇന്ന് ഈ പറയുന്ന 2020 വിദ്യാഭ്യാസ നയം ഏറ്റെടുത്തിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഗവൺമെൻറ്റുകളെ കൊണ്ട് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അവ പരസ്യമായിട്ടും തന്നെ സ്വകാര്യ വിദ്യാലയങ്ങളെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഗവൺമെൻറ്, ഇപ്പോൾ രാജസ്ഥാനിനെ പോലെയുള്ള അല്ലെങ്കിൽ ഗുജറാത്തിനെ പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഗവൺമെൻറ് വിദ്യാലയങ്ങളൊക്കെ തന്നെ അടച്ചുപൂട്ടി അത് മുഴുവനും റെൻറ്റിന് പല സ്ഥലങ്ങളിലും സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നൊരവസ്ഥ വരെ ഉണ്ടായിരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ റെൻറ്റിന് കൊടുക്കുന്ന ഇത് മുഴുവനും പാട്ടത്തിന് മറ്റവർക്ക് കൊടുക്കുകയും എന്നിട്ട് അവരുടെ രീതിയിൽ വിദ്യാഭ്യാസം നടത്തുകയും ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് RSSൻ്റെയും മറ്റ് പാഠപുസ്തകങ്ങൾക്കനുസരിച്ചാവുകയും ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ളൊരു ഒരു പുതിയ തലമുറയാണ് അതുകൊണ്ടുണ്ടാവുന്നത് എന്നുള്ള കാര്യം നമ്മളിവിടെ ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. അതാണിപ്പോൾ എല്ലായിടത്തും എല്ലാ ഭാഗങ്ങളിലും ഇന്ത്യയുടേതാണ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ചില സംസ്ഥാനങ്ങൾ പ്രതിരോധിക്കുന്നുണ്ട്. തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ ഇതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതിരോധം എത്ര കാലം നിലനിൽക്കും എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്.